കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സെക്രട്ടറിയുടെ ആൻസർ കീ വരുമ്പോഴത്തേക്ക് ഫൈനൽ കീയിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസിൽ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 2 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പെരിഹീലിയൻ എന്ന് പറയുന്ന ഒരു ചോദ്യം, ജനുവരി 3 ഉത്തരവായിട്ട് വരുന്ന ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ടാങ്കിൽ ഒരു ടാങ്ക് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഈ പെരിഹിലിയൻ ഡേ എന്ന് പറയുന്നത് ജനുവരി 3 എന്നത് ക്ലിയർ കട്ടായിട്ട് എല്ലാ ബുക്കുകളിലും അതേപോലെ SCERT NCERTയിലെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നത് ആ ഒരു ഡേറ്റ് മാത്രമാണ്. ഒരു സോഴ്സിലും പെരിഹിലിയൻ ഡേ മറ്റൊരു ദിവസമാണ് എന്ന് പറയുന്നില്ല. ആ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചാലഞ്ച് പോയത് കൊണ്ടാവും ഡിലീറ്റ് ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ചാലഞ്ച് പോകുമ്പോൾ ഡിലീറ്റ് ആവുന്ന ഒരു കാര്യം, ഈ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ റാങ്ക് ലിസ്റ്റിലും നിന്നും മറ്റും പുറത്താവുന്ന ഒരുപാട് പേരുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ മറ്റൊരു ചാനലിൽ ഇതുപോലെ ഒരു സിമിലർ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം എല്ലാ ചാനലുകാരും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ ആ ഒരു ചാനൽ ആ വീഡിയോ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു കാര്യം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി റോയുടെ ആൻസർ കീ നിങ്ങൾക്ക് ഒരു പ്രശ്നമായി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു രീതിയിൽ വരുമെന്നല്ല പ്രതീക്ഷ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആ പെരിഹിലിയൻ ഡേ എന്ന് പറയുന്നത് ജനുവരി 3. പക്ഷേ അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ശരിയായ ഉത്തരമുള്ള ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പഠിച്ച കുട്ടികൾ ഇത് ശരിയാക്കും. ഉറപ്പായിട്ട് ശരിയാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ കുട്ടികൾക്കത് ശരിയാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മാർക്ക് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ജനുവരി 3 എന്നുള്ള ഉത്തരം എഴുതിയിട്ടുള്ളവർക്ക് അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ മാർക്ക് നഷ്ടപ്പെടുന്ന കാര്യം ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ വാട്ടർ ടാങ്കിൽ, പുറകിൽ യൂസ് ചെയ്യുന്ന ടാങ്കിൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ടാങ്ക് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ, താഴോട്ട് പോകും തോറും, വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകും തോറും അവർക്ക് ഈ ഗ്യാസുകൾ കൂടുതലായിട്ട്, പ്രഷർ കൂടും തോറും ഗ്യാസുകളുടെ സോലിബിലിറ്റി കൂടും. ഗ്യാസുകൾ കൂടുതലായിട്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേരും. ഈ പ്രഷർ കൂടുവാണെങ്കിൽ താഴോട്ട് പോകുന്നവർ രക്തത്തിൽ അരിഞ്ഞു ചേരും. പക്ഷെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഗ്യാസുകൾ പുറത്തോട്ട് വിടും. പുറത്തോട്ട് പോരുമ്പോഴത്തേക്ക് പ്രഷർ കുറയുമ്പോൾ പുറത്തോട്ട് വരും. അത് അപ്പോഴെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രക്തത്തിൽ കുറേ ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് ഉണ്ടാകുന്നത് ഭയങ്കര പ്രശ്നമാണ് ലൈഫിന്. അപ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ പ്രഷർ താഴത്ത് കൂടുതലായതുകൊണ്ടാണ് ഈ ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്ത ഒരു ടാങ്ക് പുറകിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് NCERT ഫാക്റ്റാണ്. NCERTയിൽ നിങ്ങൾക്ക് +2 ടെസ്റ്റിൽ ചാപ്റ്റർ 2 സൊല്യൂഷൻസിലെ +2 ടെസ്റ്റിൽ ഇപ്പോൾ കറൻ്റ്ലി വരുന്ന NCERTയിൽ ചാപ്റ്റർ 12 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്ന സൊല്യൂഷൻസിൽ ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ള ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സ്ക്യൂബ ഡൈവേഴ്സ് അവർ ടാങ്ക് യൂസ് ചെയ്യുന്നത്, ആ ടാങ്കിൽ ഹീലിയം ഡൈല്യൂട്ട് ചെയ്ത എയർ യൂസ് ചെയ്യുന്നതിന് കാരണമെന്ന് പറയുന്നത് ഹയർ പ്രഷർ താഴത്തുണ്ട്. ആ ഹയർ പ്രഷറുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുമായിട്ട് പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടാങ്ക് യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മറ്റെന്ത് കാര്യങ്ങൾ PSC പറഞ്ഞാൽ തന്നെയും, ഇല്ലെങ്കിൽ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാൽ തന്നെയും ക്ലിയർ ആയിട്ട് അതിലുള്ള ഉത്തരം ആ ഒരു ഓപ്ഷൻസിൽ ഉണ്ട്. ആ മർദ്ദം എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ ഉത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ഡിലീറ്റ് ആയിരിക്കുന്നു. പിന്നെ മാത്സിൻ്റെ ഒരു ചോദ്യം, അത് ഉത്തരം തെറ്റാണ്, ചോദ്യം തെറ്റാണ്, ക്ലിയർ ആയിട്ട് തെറ്റാണ്. അത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്, അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിലീഷൻ വന്നിട്ടുണ്ട്. പിന്നെ പോക്സോ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പോക്സോ കേസിൻ്റെ അതിനകത്തൊരു ആശയക്കുഴപ്പം ഓൾറെഡി ഉണ്ടായിരുന്നു. കാര്യം അതിൽ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനുകളും ആശയക്കുഴപ്പമുള്ള രീതിയിലുള്ള ഓപ്ഷനായിരുന്നു. സിയും ഡിയും ആശയക്കുഴപ്പമുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെടുത്തിരിക്കുന്ന ഉത്തരം
ശരിയാണെങ്കിലും ആശയക്കുഴപ്പമുണ്ട്, അതിലും ആശയക്കുഴപ്പമുണ്ട്. എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഒരു കംപ്ലൈൻറ്റും നമ്മൾ ആരും പറയുന്നില്ല. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഫൈനൽ കീ നോക്കുമ്പോഴത്തേക്ക് ഒരു ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാർ 65 മാർക്ക് 66 മാർക്ക് വരുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് ഓട്ടോമാറ്റിക്കലി ഒരു 65-70 ഫൈനൽ കീ വരുമ്പോഴത്തേക്കൊന്ന് റീഷെഡ്യൂൾ ചെയ്ത് പറയാവുന്നൊരു കട്ട് ഓഫ് റേഞ്ചിലോട്ട് കാര്യങ്ങൾ പോകും. അതും പ്രഡിക്ഷൻ മാത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നതല്ല കട്ട് ഓഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ഓൾറെഡി ഒരു ജസ്റ്റ് പ്രഡിക്ഷൻ എന്നുള്ള രീതിക്ക് പറയാം. 65-70 ഇടയ്ക്ക് വരുന്ന രീതിയിൽ വന്നാൽ തന്നെ, ഇനി അതിന് താഴോട്ട് പോയേക്കാം, എങ്കിലും ആ അത്രയും മാർക്ക് വന്നാൽ തന്നെ ഒരു 64 അവിടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 63 നിൽക്കുന്ന ആൾക്കാർക്ക് ഈ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടാനായിട്ട് അർഹതയുണ്ട്. ഇപ്പം പറഞ്ഞ 2 ചോദ്യങ്ങൾ, ആദ്യം പറഞ്ഞ 2 പെരിഹീലിയൻ്റെ ചോദ്യം, അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ രണ്ടാമതേ പറഞ്ഞ ചോദ്യം, നമ്മുടെ ആ ഒരു മർദ്ദത്തിൻ്റെ ആ ഒരു ചോദ്യം, ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തിരിക്കണം. ഓട്ടോമാറ്റിക്കലി ഈ 2 ചോദ്യങ്ങൾ ഞാൻ അറ്റംപ്റ്റ് ചെയ്തതാണ്, അത് രണ്ടും എനിക്ക് ശരിയായതുമാണ്. പക്ഷേ ഇത് ഒരിക്കലും പേഴ്സണൽ അല്ല, എൻ്റെ പേഴ്സണൽ കാര്യമല്ല ഇത്. കാര്യം ഒരിക്കലും ഒരു പേഴ്സണൽ എന്നുള്ളൊരു ആസ്പെക്റ്റിലല്ല ഒരു അധ്യാപകൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഈ ഒരു ഫാക്ടർ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലും അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങി ഇങ്ങോട്ടുള്ള പല എക്സാംസിലും ഈ ഒരു കാര്യം ഫാക്ടറായിട്ട് കയറി വന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് 10-ന് മുകളിൽ മാർക്ക് ഈ ഒരു ഡിലീഷൻ എന്നുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിലീഷൻ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കണം, നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് ആ എക്സാമിൻ്റെ ചോദ്യത്തിലെ പിശകുകൾ കൊണ്ടാണ് ഇങ്ങനെ ഡിലീഷൻ വരുന്നത്. അപ്പോൾ ഇത് ചാലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം വരികയാണെങ്കിൽ, ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാലഞ്ച് ചെയ്യും. പക്ഷേ ഈ ചാലഞ്ച് ചെയ്ത ശേഷം എന്തുകൊണ്ടാണ് അത് തെറ്റ് വരുന്നത്, ഇല്ലെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കേണ്ട ഒരാവശ്യകത അവിടെയുണ്ട്. ഈ പെരിഹീലിയൻ എന്ന് പറഞ്ഞ ചോദ്യം ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 3 എന്ന് മാത്രം കാണിക്കുന്ന ഒരു ചോദ്യമാണ്. ഹെൻറി സ്ലോയുടെ ചോദ്യം അവിടെ നിർത്തിയാൽ പോലും പെരിഹീലിയൻ എന്ന് പറഞ്ഞ ചോദ്യം ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും ജനുവരി 3 എന്ന് കാണിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിക്കാനുള്ള അർഹത ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുമുണ്ട്. നിങ്ങളിൽ അതിൽ മാർക്ക് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇതിന് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ പറയാം. താഴത്തെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്, ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനും, ഇല്ലെങ്കിൽ ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്താനും ഇത് തന്നെ ധാരാളമാണ്. പക്ഷെ PSC ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്ന സമയത്ത് PSC പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഫൈനൽ ആൻസർ കീ വന്ന ശേഷം ഇനി ഒരിക്കലും PSC അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തില്ല എന്നുള്ള രീതിയിൽ PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ കീ വീണ്ടും ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല, ഇതിനു മുമ്പേ ഇതുപോലെ പല തവണയും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് മിസ്സാകുന്ന രീതിയിലും റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് കയറുന്ന രീതിയിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പേഴ്സണൽ അനുഭവം എന്നുള്ള രീതിയിൽ പറയുകയാണ്. നിങ്ങളിൽ പലർക്കും ഇത് വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങി ഇത്രയും നാളായെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാര്യം ഇത് നിങ്ങൾ ഒരാൾ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യമോ ഒന്നുമല്ല. പിന്നെ ഞാൻ എന്തിനാണിത് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണോ അതിന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാര്യം ഈ ഒരു കാര്യം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഒരു ഫാക്ടർ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുക. കാര്യം PSC പഠിക്കുന്നവർ നിങ്ങൾ കാണാറുണ്ട്, അവർ സമരം ചെയ്യലും കാര്യങ്ങളും ഒക്കെ റാങ്കിൽ ലിസ്റ്റിൽ കയറിയ ശേഷം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ PSC പഠിക്കുന്നവർക്ക് വേണ്ടി പറയാനായിട്ട് അധ്യാപകരും PSC പഠിക്കുന്നവരും മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാനും മറ്റും നമ്മൾ PSC പഠിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ആവശ്യമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതെന്താണ് ഈ ഒരു കാര്യത്തിൻ്റെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം. ശരിയായിട്ടുള്ള ഒരു ചോദ്യം, ശരിയായിട്ടുള്ള 2 ചോദ്യങ്ങൾ, ഉത്തരവുള്ള 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് ഒരു ന്യായമായ കാര്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം വിഷ്ണു.